ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ആയുധം, വിജയത്തിലേക്കുള്ള താക്കോൽ, ഒരാളുടെ ലൈഫ് സക്സസ് ആവാനായിട്ട് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്നിങ്ങനെ നീളുകയാണ് വിദ്യാഭ്യാസം എന്നതിന് മഹാന്മാർ നൽകിയ വിശേഷണങ്ങൾ. എന്നാൽ ഒരു പേരൻ്റ് എന്ന നിലയിൽ ഇതിനോടുകൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. എത്ര പവർഫുള്ളായിട്ടുള്ള ആയുധമായിക്കോട്ടെ, താക്കോലായിക്കോട്ടെ, ടൂളായിക്കോട്ടെ, ഉപയോഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെയാണ് ഒരാളുടെ ജീവിതത്തിലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും രക്ഷിതാക്കൾ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ സ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അത് വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. വിദേശത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ അതിനുള്ള മാർഗരേഖകൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാണ്. ഇന്ന് നമുക്കതും യൂസ് ചെയ്യാനാകും. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുട്ടികളുടെ ശൈശവ പരിചരണത്തെക്കുറിച്ചും ആ ഒരു ഏജിലെ സ്കിൽ ഡെവലപ്മെൻറ്റിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ അതിനുവേണ്ട ബോധവൽക്കരണവും കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് തരുന്നതുവരെ വെയിറ്റ് ചെയ്താൽ അതിന് എത്രത്തോളം കാലമെടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കുട്ടികൾ മൊബൈൽ ഫോണിലും TV സ്ക്രീനിലുമായി അവരുടെ ലോകത്തോട്ട് ചുരുങ്ങിപ്പോകുന്ന ഈ ഒരു കാലത്ത് മാതാപിതാക്കൾ ഇനിയും മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു ദുരന്തം തന്നെയായിരിക്കും. കുറച്ചു കാലം മുൻപ് വരെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നിലനിന്നിരുന്ന പല കളികളും വഹിച്ചിരുന്നത്. ചൈൽഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യവും സ്കിൽ എന്ന ആംഗിളിൽ കൂടെ നോക്കി കാണുകയും അതിനെ വിലയിരുത്തുകയും ചെയ്താൽ മതിയാവും. ഉദാഹരണത്തിന് ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നു. ഇത് കാണുന്ന പേരൻസിന് ചെറിയൊരു സന്തോഷം എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും തോന്നേണ്ടതില്ല. കാരണം നമ്മുടെ കണ്ണിൽ അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നടക്കാൻ പഠിക്കുന്നു. അതായത് ആ കുട്ടിയുടെ ബോഡി ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നു, ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ആവുന്നു, കുട്ടിയുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നു, ചുറ്റിനുള്ള വസ്തുക്കളെ തിരിച്ചറിയുന്നു, അവയുടെ ദൂരം തിരിച്ചറിയുന്നു, സ്പീഡിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നു. ഇതിനെല്ലാം അപ്പുറം ആ കുട്ടിയുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. വീണുപോയാലും അവിടെ നിന്ന് മടി കൂടാതെ തന്നെ എണീറ്റ് നടക്കാൻ പഠിക്കുന്നു. ഇത്തരത്തിൽ ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലി ആയിട്ടുള്ളതുമായ എത്രത്തോളം സ്കില്ലുകളാണ് കുട്ടിക്ക് അതിലൂടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് സ്കില്ലുകളെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ ഓരോ കാര്യങ്ങളും ക്ലോസ് ആയി മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് അത് ഒരുപാട് സഹായം ചെയ്യും. കുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വീടിനകത്തെ ജോലികളിലും അടുക്കളയിലെ മറ്റു വർക്കുകളിലും കൂടെ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വർക്കിനെ കുറച്ച് സ്ലോ ആക്കിയേക്കാം. എന്നാൽ അതിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ഏതൊരു പ്രവൃത്തിയെയും പോലെ തന്നെ കുട്ടികളുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, കുട്ടികളുടെ ബോഡി ബാലൻസിങ് അതുപോലെ തന്നെ കോർഡിനേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ആകുന്നു. അവർ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിക്കുന്നു, ഒരു ടീമായി വർക്ക് ചെയ്യാൻ പഠിക്കുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു, ചുറ്റിനുമുള്ള ഒരുപാട് വസ്തുക്കളെ പരിചയപ്പെടുന്നു. കുട്ടികളുടെ ഓർഗനൈസേഷൻ സ്കിൽ, ടൈം മാനേജ്മെൻറ്റ്, റെസിലിയൻസ്, ലൈഫ് സ്കിൽസ് എന്നിവ ഡെവലപ്പ് ആകുന്നു. ഇതിനെല്ലാം പുറമെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. വർക്കുകൾ വേഗത്തിൽ തീർക്കാൻ വേണ്ടി കുട്ടികൾക്ക് TV വെച്ച് കൊടുക്കുകയോ ഫോൺ കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം വർക്കിൽ അവരെ കൂടെ കൂട്ടിയാൽ അത് അവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല. നമ്മുടെ എല്ലാ ജോലിയിലും ഇൻവോൾവ് ചെയ്യിക്കണമെന്നല്ല, അവർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ജോലികൾ ആരംഭത്തിൽ കൊടുക്കുക. പിന്നീട് അവരുടെ സ്കിൽ ഇംപ്രൂവ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ ഡ്യൂട്ടികൾ നൽകുക. ഇന്നത്തെ മാതാപിതാക്കളിൽ പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഇത്തരത്തിൽ വർക്കൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട, അവർ പഠിക്കട്ടെ, ഇതും അവരുടെ പഠനത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കുക.